ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത ടോപ്പിക് യൂണിറ്റ് 4 അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന ചാപ്റ്ററാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നമുക്ക് 3 സെക്ഷൻ പഠിക്കാനുണ്ട്. ഒന്ന് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, രണ്ടാമത്തത് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. അടുത്തത് പഠിക്കാനുള്ളത് വേരിയസ് ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേരിയബിൾസ് സെപ്പറബിൾ ഫോം, രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് കഴിയുമ്പോൾ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലുള്ള കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്ത് കഴിയും. ഇവിടെ ഈ ബോർഡിൽ ഞാൻ കുറേ എക്സ്പ്രഷൻസ് എഴുതിയിട്ടുണ്ട്, ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് എഴുതിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എക്സ്പ്രഷൻ 2 നോട്ട് ഈസ് ഈക്വൽ ടു 3, അത് ശരിയാണ്. അതുപോലെ രണ്ടാമത്തെ എക്സ്പ്രഷൻ 3 ഈസ് ഗ്രേറ്റർ ദാൻ 2. അടുത്തത് 2x + 3 ഈസ് ഈക്വൽ ടു 0, 4 ഈസ് ഈക്വൽ ടു 0, 5th ഈസ് ഈക്വൽ ടു, 6th ഈസ് ഈക്വൽ ടു, 7th ഈസ് ഈക്വൽ ടു. അതായത് 1ഉം 2ഉം എക്സ്പ്രഷൻസ് ഒഴിച്ച് ബാക്കി എല്ലാ എക്സ്പ്രഷൻസിലും ഈസ് ഈക്വൽ ടു സിമ്പലുണ്ട്. അപ്പോൾ ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ ഈസ് ഈക്വൽ ടു സിമ്പൽ വന്നാൽ അതിന് പറയുന്ന പേരാണ് ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ രണ്ടൊഴിച്ച് ബാക്കിയെല്ലാം ഇക്വേഷൻസ് ആണ്. അപ്പോൾ അത് രണ്ടൊഴിച്ച് ബാക്കിയെല്ലാം ഇക്വേഷൻസ് ആണ്. മൂന്നാമത്തത് 2x + 3 ഈസ് ഈക്വൽ ടു 0. 4ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കാം. നാലാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ dy/dx + 2y ഈസ് ഈക്വൽ ടു 0. അതായത് നാലാമത്തെ ഇക്വേഷനിൽ dy/dx എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് y, ദി ഫംഗ്ഷൻ y വിത്ത് റെസ്പെക്ട് ടു x എന്നാണ് നമ്മൾ അതിനെ വായിക്കുന്നത്, ഡെറിവേറ്റീവ്സ്. അപ്പോൾ നാലാമത്തെ ഇക്വേഷനിലും 5ാമത്തെ ഇക്വേഷനിലും 6ാമത്തെ ഇക്വേഷനിലും 7ാമത്തെ ഇക്വേഷനിലെല്ലാം എന്തുണ്ട്? ഡെറിവേറ്റീവ്സ് ഉണ്ട്, ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഉണ്ട്. അപ്പോൾ മൂന്നാമത്തേതിനകത്ത് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഇല്ല. അപ്പോൾ മൂന്നാമത്തത് വെറും ഒരു ആൾജിബ്രൈക് ഇക്വേഷനാണ്. അപ്പോൾ 4 തൊട്ട് 7 വരെയുള്ള ഇക്വേഷൻസിന് പറയുന്ന പേര്, അതിനകത്തെല്ലാം ഡെറിവേറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഇക്വേഷൻസിന് പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത് 4 തൊട്ട് 7 വരെയുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇനി നമ്മൾ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇവിടെ നാലാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാം. നാലാമത്തെ ഇക്വേഷൻ നോക്കാം. ഇതിൽ dy/dx, y ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ d²y/dx², അപ്പോൾ y 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ dqy/dx³ 3 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും dqy/dx³ 3 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു തവണ മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ 1 എന്ന് പറയാം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 1. ഇവിടെ ആണെങ്കിലോ y 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ ഓർഡർ 2. ഇവിടെ y 3 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഓർഡർ 3 എന്ന് പറയാം. ഇവിടെയും y 3 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ 3. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ നാലാമത്തെ ഇക്വേഷൻ്റെ ഓർഡർ 1 ആണ്. 5ാമത്തെ ഇക്വേഷൻ 2 തവണ y 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, ഓർഡർ 2. ഇവിടെ വരുമ്പോൾ 3 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഓർഡർ 3. ഇവിടെയും 3 തവണയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഓർഡർ 3. അപ്പോൾ ഈ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കണം. ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ആ നമ്പർ, അതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഹയസ്റ്റ് ഡെറിവേറ്റീവ്, ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് dqy/dx³ ആണ്, അപ്പോൾ 3 ആണ് വരുന്നത്. ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് dqy/dx³, അതുകൊണ്ട് 3 ആണ് വരുന്നത്. ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് d²y/dx², അതുകൊണ്ട് 2 വരും. ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് dy/dx, അതുകൊണ്ട് ഓർഡർ 1 വരും. ഇനി എന്താണ് ഡിഗ്രി എന്ന് പറയാം. ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് dy/dx ആണ്. അതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ dy/dx⁻1 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് dy/dx, അതിൻ്റെ ഡിഗ്രി 1. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി 1 എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി 1. രണ്ടാമത്തെ നോക്കുക. രണ്ടാമത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് d², രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് d²y/dx² ആണ്.
ഡി സ്ക്വയർഡ് വൈ ബൈ ഡി എക്സ് സ്ക്വയർഡ്, അതിൻ്റെ ഡിഗ്രി 1 ആണ്. അപ്പോൾ ഇവിടെയും ഡിഗ്രി 1. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രിയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി 1 ആണ്. ഇവിടെ നോക്കിക്കോളൂ, ഡി ക്യൂ വൈ ബൈ ഡി എക്സ് ക്യൂബ് ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്. അതിൻ്റെ ഡിഗ്രി അതിനെ റൈസ്റ്റ് 1 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ ഡിഗ്രിയും 1 ആണ്. ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ ഡിഗ്രി 1. ആറാമത്തെ ഡിഗ്രി 1. അടുത്ത ഏഴാമത്തെ ഡിഫറൻഷ്യൽ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏഴാമത്തത്. ഇതിൽ ഡി ക്യൂ വൈ ബൈ ഡി എക്സ് ക്യൂബ് ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്. അതിൻ്റെ ഡിഗ്രി 2 ആണ്. ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രിയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി. അപ്പോൾ ഇവിടെ ഡിഗ്രി എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഓർഡർ എന്ന് പറയുന്നത്. ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രിയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിനകത്ത് നമുക്ക് സംശയമൊന്നുമില്ല. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം, ഡിഗ്രി കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു റൂട്ട് സിമ്പൽ വരുന്നുണ്ട്, റാഡിക്കൽ സിമ്പൽ എന്ന് പറയും. റൂട്ട് സിമ്പലിനെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ റൂട്ടെന്നോ ക്യൂബ് റൂട്ടെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഈ ഇക്വേഷനകത്ത് നിന്ന് ഒഴിവാക്കണം. എങ്ങനെയാണ് നിങ്ങൾ ഈ റൂട്ട് സിമ്പൽ ഒഴിവാക്കേണ്ടത്? അതിന് ഈ എക്സ് ഡി വൈ ബൈ ഡി എക്സിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം. y minus x dy by dx is equal to root of 1 plus dy by dx square. ഇങ്ങനെയുണ്ട്. ഇനി റൂട്ട് ഒഴിവാക്കാനായിട്ട് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യണം. y minus x dy by dx square is equal to 1 plus dy by dx square. രണ്ടിടത്തും സ്ക്വയർ ചെയ്തു. ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് വൈ സ്ക്വയർഡ് മൈനസ് 2ab 2 ഇൻറ്റു വൈ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ 2xy ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ബി സ്ക്വയർഡ്, ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർഡ് ഡി വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇപ്പോൾ ഇതിനകത്ത് റൂട്ട് ഒന്നുമില്ല. ഇനി നിങ്ങൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും പറയണം, ഡിഗ്രിയും പറയണം. ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ്. അവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ 1 ആയിരിക്കും. ഓർഡർ 1. ഇനി നമുക്ക് അതിൻ്റെ ഡിഗ്രി വേണം. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ആണ്. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഡിഗ്രി ഇവിടെ എല്ലാം 2 തന്നെ നടക്കുന്നത്. 2 ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ 2 ആണ് ഇതിൻ്റെ ഡിഗ്രി. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ 3 എടുത്ത് വരുന്നുണ്ട്. 1, 2, 3 സ്ഥലത്ത് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. അതിൽ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം ഡിഗ്രി ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 2. അപ്പോൾ ഇതേ രൂപത്തിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് 1-2 തവണയൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി കണ്ടുപിടിക്കാനും ഓർഡർ കണ്ടുപിടിക്കാനും വേണ്ട. ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞു റൂട്ട് സിമ്പിൾ വന്നാൽ അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇത് ഫ്രാക്ഷൻ വന്നേക്കുക. 1 ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനാണ്. ഈ ഫ്രാക്ഷനെ ഒഴിവാക്കണം. അതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഇനി ഡി വൈ ബൈ ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇതിനെ സ്ക്വയർ ചെയ്യണം. ഡി വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അതുകൊണ്ട് ഓർഡർ 1 ആണ്. രണ്ട് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്. ഡി വൈ ബൈ ഡി എക്സ്, ഇവിടെയും ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ഹയസ്റ്റ് ഡിഗ്രി 2 ആണ്. അപ്പം ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്. അതുകൊണ്ട് ഓർഡർ 1. ഡി വൈ ബൈ ഡി എക്സിൻ്റെ സ്ക്വയർ, അതാണ് ഹയസ്റ്റ് ഡിഗ്രി വരുന്നത്. അപ്പം ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ ഫ്രാക്ഷൻ വരുമ്പോൾ ഫ്രാക്ഷൻ ഒഴിവാക്കിയിട്ട് വേണം ഡിഗ്രിയും ഓർഡറും കണ്ടുപിടിക്കാൻ. അതാണ് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്. അപ്പോൾ ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഡിഗ്രി കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്, ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. ഈ തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇവിടെ ഡി എക്സ് ഇല്ല. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. എന്നാൽ ഡി വൈ ബൈ ഡി എക്സ് കൊണ്ട് ഇതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് മോഡിഫിക്കേഷൻ വരുത്താം.
ഇ റൈസ് ടു 3x പ്ലസ് വൈ നമുക്ക് ഇ റൈസ് ടു 3x ഇൻറ്റു ഇ റൈസ് ടു വൈ എന്നെഴുതാം. ഈ ഡി വൈയും ഡി എക്സ് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡി എക്സ് കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ എന്തിക്കുക ഡെറിവേറ്റീവ് ഓഫ് എക്സ് അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ എക്സ് പോയി, ഡെറിവേറ്റീവ് ഓഫ് എക്സ് പോയി. ഇത് ഡെറിവേറ്റീവ് സെപ്പറേറ്റ് ആയിട്ട് ചിന്തിക്കുക. നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഡെറിവേറ്റീവ് ഓഫ് വൈ ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ ഡി വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 3x ഇൻറ്റു ഇ റൈസ് ടു വൈ ഇൻറ്റു ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം സെപ്പറേറ്റ് ചെയ്ത്. ഇനി നിങ്ങൾ ഇ റൈസ് ടു വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ ഇക്വേഷൻ മൊത്തത്തിൽ ഇ റൈസ് ടു വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡി വൈ ബൈ ഇ റൈസ് ടു വൈ, റൈറ്റ് സൈഡിൽ ഇ റൈസ് ടു 3x ഇൻറ്റു ഡി എക്സ്. ഈ ഇ റൈസ് ടു വൈ ഡിനോമിനേറ്ററിലുള്ള ഇ റൈസ് ടു വൈ ന്യൂമറേറ്റർ കൊണ്ടുപോകുമ്പോൾ ഇ റൈസ് ടു മൈനസ് വൈ ഡി വൈ എന്ന് വരും. ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു 3x ഇൻറ്റു ഡി എക്സ്. ഇപ്പം എന്താ സംഭവിച്ചത്? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ മോഡിഫൈ ചെയ്ത് ഈ രൂപത്തിൽ എഴുതിയിരിക്കുകയാണ്. ഈ രൂപം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വൈ മാത്രമേ ഉള്ളൂ. ഇ റൈസ് ടു മൈനസ് വൈക്കകത്ത് വൈ, ഡി വൈക്കകത്ത് വൈ. റൈറ്റ് സൈഡിൽ ഇ റൈസ് ടു 3x അതിനകത്ത് എക്സ് മാത്രം, ഡി എക്സിനകത്ത് എക്സ് മാത്രം. അപ്പോൾ ഒരു സൈഡിൽ വൈ മാത്രം, മറ്റൊരു സൈഡിൽ എക്സ് മാത്രം. അപ്പോൾ എക്സും വൈയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇവിടുത്തെ വേരിയബിൾസ് ആണ് എക്സും വൈയും. എക്സിനെയും വൈനെയും സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഈ രൂപത്തിൽ എഴുതാൻ പറ്റുമെങ്കിൽ, എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനെയും നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റത്തില്ല. ഇതിന് നമുക്കിപ്പോൾ എന്താ എഴുതാം? എ ഫംഗ്ഷൻ ഓഫ് വൈ ഇൻറ്റു ഡി വൈ എന്ന് എഴുതാം. ഇതിനൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. അപ്പം എക്സും വൈയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? വേരിയബിൾസ് സെപ്പറബിൾ ഫോം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊരു ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഒരു വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇ റൈസ് ടു മൈനസ് വൈ ഡി വൈയും റൈറ്റ് സൈഡിൽ ഇ റൈസ് ടു 3x ഡി എക്സും ഓരോന്നിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് വൈ ഡി വൈ, റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രൽ ഇ റൈസ് ടു 3x ഡി എക്സ്. ഇ റൈസ് ടു മൈനസ് വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ നമുക്കറിയാം. ഇ റൈസ് ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. കോഎഫിഷ്യന്റ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു 3x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു 3x ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യന്റ് 3 പ്ലസ് എ കോൺസ്റ്റന്റ്. ഇതാണ് ആൻസർ. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. എക്സും വൈയും തമ്മിലൊരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. ഡി വൈ ബൈ ഡി എക്സിനെ ഒഴിവാക്കിയിട്ട് എക്സും വൈയും മാത്രമുള്ള എക്സ്പ്രഷൻ കൊണ്ടുവരിക. അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിന് ആദ്യം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ വേരിയബിൾ സെപ്പറബിളായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും. അടുത്ത ഈ പ്രോബ്ലം ഈ രണ്ട് സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നമുക്ക് എടുക്കാം. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട്, ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അതായത് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഡിനോമിനേറ്ററിൽ, ന്യൂമറേറ്ററിൽ 2x, അതായത് എക്സ് സ്ക്വയർഡ് പ്ലസ് 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x കിട്ടും. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ ലോഗരിതം ഓഫ് ദി ഡിനോമിനേറ്റർ എന്നാണ്. അപ്പോൾ 2x ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് 1ൽ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x, അത് ന്യൂമറേറ്ററിലുണ്ട്. അതുകൊണ്ട് ആൻസർ ലോഗ് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക. അടുത്ത പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഈ റിസൾട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് എക്സ് ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് 1, അല്ലെങ്കിൽ 1 പ്ലസ് എക്സ് സ്ക്വയർഡ് എന്ന് എഴുതിയാലും സെയിം ആണ്. റൂട്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് 1ന് പകരം 1 പ്ലസ് എക്സ് സ്ക്വയർഡ് എന്ന് എഴുതിയാലും സെയിം ആണ്. അപ്പോൾ എക്സ് മേളിലും താഴെ റൂട്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് 1ഉം വരുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ റൂട്ട് ഓഫ് ദി ഡിനോമിനേറ്റർ എന്ന് വരും ആൻസർ. അപ്പം എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഡി എക്സിൻ്റെ ആൻസർ എന്താണ്? റൂട്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണം. ഇതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ആക്കി മാറ്റണം. അതിന് ചെയ്യേണ്ട ആദ്യം ഇവിടെ എക്സ് കോമൺ ആണ്, എക്സ് കോമൺ എടുക്കാം. എക്സ് കോമൺ എടുക്കുമ്പോൾ പിന്നെ അകത്ത് വരുന്നത് ഇവിടെ എക്സ് പുറത്ത് പോയാൽ വൈ സ്ക്വയർഡ് വരും, ഇവിടുത്തെ എക്സ് പോയാൽ പിന്നെ 1 വരും. അപ്പോൾ വൈ സ്ക്വയർഡ് പ്ലസ് 1. ഇവിടെ വൈ കോമൺ എടുക്കണം. വൈ ഇൻറ്റു വൈ കോമൺ എടുക്കുമ്പോൾ ഇത് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഇങ്ങനെ വരും. ഇനി നമുക്ക്
ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈങ് ബൈ ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡി എക്സ് മാറിയിട്ട് ഡി വൈ വരും. റൈറ്റ് സൈഡിൽ എക്സ് ഇൻറ്റു വൈ സ്ക്വയർഡ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡി വൈയും റൈറ്റ് സൈഡിൽ ഡി എക്സും. ഇനി വേരിയബിൾ സെപ്പറബിൾ ആവണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വൈ റൈറ്റ് സൈഡിൽ എക്സ്. അപ്പോൾ ഇവിടുത്തെ വൈ ഒക്കെ ഒഴിവാക്കണം, ഇവിടുന്ന് വൈ മാറ്റണം. അപ്പോൾ ന്യൂമറേറ്ററുള്ള വൈ സ്ക്വയർഡ് പ്ലസ് 1 ഉണ്ട്. ആ വൈ സ്ക്വയർഡ് പ്ലസ് 1 റിമൂവ് ചെയ്യാനായിട്ട് ഡിവൈഡിങ് ബൈ വൈ സ്ക്വയർഡ് പ്ലസ് 1. വൈ സ്ക്വയർഡ് പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിനോമിനേറ്ററിലെ വൈ റിമൂവ് ചെയ്യാനായിട്ട് മൾട്ടിപ്ലൈങ് ബൈ വൈ. അപ്പോൾ ഡിവൈഡിങ് ബൈ വൈ സ്ക്വയർഡ് പ്ലസ് 1 ആൻഡ് മൾട്ടിപ്ലൈങ് ബൈ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ വൈ പോയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വൈ വരും. അപ്പോൾ വൈ ഡി വൈ ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർഡ് പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ വൈ സ്ക്വയർഡ് പ്ലസ് 1 താഴെ വരും. ഇസ് ഈക്വൽ ടു ഇവിടെ എക്സ് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് 1. അപ്പോൾ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. വേരിയബിൾ സെപ്പറബിൾ ഫോം എന്നാണ് പറയുന്നത്, VSF എന്ന് പറയും. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേരിയബിൾ സെപ്പറബിൾ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കിട്ടാനായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. y dy ബൈ y സ്ക്വയർഡ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് 1. അപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇനി ഇപ്പോൾ ആൻസർ എന്താ? ഇവിടെ നമുക്ക് 2x ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ലോഗ് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ രണ്ട് സൈഡിലും 2 വരണം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2y dy ബൈ y സ്ക്വയർഡ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 2x dx ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് 1. അപ്പോൾ y സ്ക്വയർഡ് പ്ലസ് 1 മേളിൽ 2y. അപ്പോൾ ആൻസർ ലോഗ് y സ്ക്വയർഡ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഇവിടെ 2x ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ആണ്. ആൻസർ ലോഗ് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ അവിടെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത പ്രോബ്ലം ഇതാണ്. സോൾവ് dy ബൈ ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ സ്ക്വയർഡ് ബൈ വൈ ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കി മാറ്റണം. അതിന് ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈങ് ബൈ ഡി എക്സ്. അപ്പോൾ ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി വൈ പ്ലസ് എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് വൈ സ്ക്വയർഡ് ബൈ വൈ ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർഡ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഡി എക്സിൻ്റെ കൂടെ എക്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള വൈ ഒക്കെ ഒഴിവാക്കണം. ഇപ്പോൾ ന്യൂമറേറ്ററിൽ റൂട്ട് 1 പ്ലസ് വൈ സ്ക്വയർഡ് ഉണ്ട്. അതിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡിങ് ബൈ റൂട്ട് 1 പ്ലസ് വൈ സ്ക്വയർഡ്. വൈ ഡിനോമിനേറ്ററിലാണ്. അതിനെ ഒഴിവാക്കാനായിട്ട് മൾട്ടിപ്ലൈങ് ബൈ വൈ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ ഡി വൈ എന്ന് വരും. പിന്നെ റൂട്ട് 1 പ്ലസ് വൈ സ്ക്വയർഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് ഇവിടെ റൂട്ട് 1 പ്ലസ് വൈ സ്ക്വയർഡ് പോയി വൈ പോയി. ബാക്കിയുള്ളത് എക്സ് ഡി എക്സ് ബൈ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇത് വേരിയബിൾ സെപ്പറബിൾ ആണ്. എന്തുകൊണ്ടാണ്? ഡി വൈയുടെ കൂടെ ഇവിടെ ഇതെല്ലാം വൈ ഇതെല്ലാം എക്സ്. അപ്പോൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സോൾവ് ചെയ്യാനായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രൽ വൈ ഡി വൈ ബൈ റൂട്ട് 1 പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് ബൈ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 0. ഇത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. എക്സ് ബൈ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 അല്ലെങ്കിൽ 1 പ്ലസ് എക്സ് സ്ക്വയർഡ്. ആൻസർ റൂട്ട് 1 പ്ലസ് വൈ സ്ക്വയർഡ് വരും. പ്ലസ് ഇത് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർഡ്. പിന്നെ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ അത് ഇസ് ഈക്വൽ ടു സി എന്നിട്ടാൽ മതി. ഇങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങളത് എഴുതി പഠിക്കുക. ഇവിടെ അടുത്ത രണ്ട് പ്രോബ്ലംസ് ആണ്.
ഈ രണ്ട് പ്രോബ്ലംസ് നേരത്തെ ചെയ്ത പ്രോബ്ലംസിനേക്കാൾ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഡി വൈ പ്ലസ് ഇതിനെ റൂട്ടിനെ സെപ്പറേറ്റ് ചെയ്യാം. റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർഡ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർഡ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഈ ഡി എക്സിൻ്റെ കൂടെ റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർഡ് ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർഡ് പ്ലസ് ഡി എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർഡ് എന്ന് വരും. ഇസ് ഈക്വൽ ടു 0. ഇതിപ്പം വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഡി വൈ ബൈ റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർഡ് പ്ലസ് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 0. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. സൈൻ ഇൻവേഴ്സ് വൈ പ്ലസ് ഇതും സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അടുത്ത പ്രോബ്ലം ഡി എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ഡി വൈ ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർഡ് എന്നാണ്. അവിടെ വേരിയബിൾ സെപ്പറബിൾ ആക്കാനായിട്ട് ഡി എക്സിൻ്റെ കൂടെ 1 പ്ലസ് വൈ സ്ക്വയർഡ് ആവശ്യമില്ല. അപ്പോൾ ഡിവൈഡിങ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർഡ്. അപ്പോൾ 1 പ്ലസ് വൈ സ്ക്വയർഡ് ഇവിടെ താഴെയായിട്ട് വരും. ഇവിടെ ഡി വൈയുടെ കൂടെ 1 പ്ലസ് എക്സ് സ്ക്വയർഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർഡ് എന്ന് വരും. 1 പ്ലസ് എക്സ് സ്ക്വയർഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർഡ്. 1 പ്ലസ് വൈ സ്ക്വയർഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ 1 പ്ലസ് വൈ സ്ക്വയർഡ്. അപ്പം ഇത് എക്സ്, ഇത് വൈ. ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയാം. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി വൈ ബൈ 1 പ്ലസ് വൈ സ്ക്വയർഡ്. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ വളരെ എളുപ്പമാണ്. സെപ്പറേറ്റ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയാമെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. അടുത്ത പ്രോബ്ലം ഇത് വളരെ സിമ്പിളാണ്. സോൾവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 5y ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡി വൈ പ്ലസ് 5y ഡി എക്സ് എന്ന് വരും. ഇസ് ഈക്വൽ ടു 0. ഇനി y ഇവിടുത്തെ ഡി എക്സിൻ്റെ കൂടെ y വേണ്ട. y കൊണ്ട് ഡിവൈഡ് ചെയ്യണം. y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ y പ്ലസ് 5 ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതിപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമായി. ഇതിനെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഡി വൈ ബൈ വൈ പ്ലസ് ഇൻ്റഗ്രൽ 5 ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. 1 ബൈ വൈയുടെ ഇൻ്റഗ്രൽ ലോഗ് വൈ എന്നാണ്. ലോഗ് വൈ പ്ലസ് 5 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇത് വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. അടുത്ത പ്രോബ്ലമാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 3x പ്ലസ് 4 എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി വൈ ഇസ് ഈക്വൽ ടു 3x പ്ലസ് 4 ഡി എക്സ് എന്ന് വരും. ഇതിപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. ആൻസർ കിട്ടാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ 3x പ്ലസ് 4 ഡി എക്സ്. ഇൻ്റഗ്രൽ ഡി വൈ ഈസ് വൈ. ഇവിടെ 3xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർഡ് ബൈ 2 പ്ലസ് 4 ഇൻറ്റു ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ഒരു അഡീഷണൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എക്സിന് 2 എടുക്കുമ്പോൾ y 15 ആവും. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2. എക്സിന് 2 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 15 ആണ്. അപ്പോൾ 15 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സിന് 2 എടുക്കുമ്പോൾ 2 സ്ക്വയർഡ് ബൈ 2 പ്ലസ് 4 ഇൻറ്റു 2 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. 15 ഇസ് ഈക്വൽ ടു ഇതൊരു 2 വെട്ടി പോകും. അപ്പോൾ 3 ഇൻറ്റു 2 6 പ്ലസ് 4 ഇൻറ്റു 2 8 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇത് 8 ആറും 14. 15 മൈനസ് 14 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു സി. അപ്പോൾ സി ഇസ് ഈക്വൽ ടു 1. അപ്പോൾ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ y ഇസ് ഈക്വൽ ടു 15 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് തരുന്നത്. അപ്പോൾ ആൻസർ എന്ത് വരും? y ഇസ് ഈക്വൽ ടു 3/2 എക്സ് സ്ക്വയർഡ് പ്ലസ് 4x പ്ലസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഇതൊരു പർട്ടിക്കുലർ സൊല്യൂഷനാണ്, ജനറൽ സൊല്യൂഷൻ അല്ല.